ഓക്കെ. റെക്കോർഡ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചാറ്റ് ബോക്സ് എപ്പോഴും നോക്കണമെന്നില്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടേ ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ഓക്കെ. So these were the relations for the lift. ഇത് കഴിഞ്ഞോ? ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക 4 റിലേഷൻസ്. ഇനി ഇതിലൊരു ചെറിയൊരു ട്വിസ്റ്റും കൂടെ ഉണ്ട്. പറയാം. ഓക്കെ. ലിഫ്റ്റ് മൂവിങ് അപ്വേർഡ്സ്, ലിഫ്റ്റ് മൂവിങ് ഡൗൺവേർഡ്സ്. ഇപ്പോൾ 2 കേസിലും അപ്വേർഡ്സ് ആണെങ്കിൽ എന്തായിരുന്നു? W = 1 + A/G. ഇൻ ദ ബോത്ത് ടൈപ്സിലും എങ്ങനെയാണ്? W × 1 + A/G. ഇനി ലിഫ്റ്റ് മൂവിങ് ഡൗൺവേർഡ്സ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു? 1 - A/G. 1 - A/G 2 കേസിലും. The only difference is the first type here W is the weight of the man and R is the reaction at the floor, and A is എന്താണ്? acceleration of the motion. Second type എന്താണ്? W is taken as the weight of the lift itself and T is the tension in the rope. A is the acceleration of motion. അല്ലേ? ഇനി suppose in the question it is given a lift is moving, either it is upward or downwards, whatever, with a deceleration or retardation. Or deceleration, what is that? It is negative acceleration. അല്ലേ? ആക്സിലറേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡീസിലറേഷൻ. ആക്സിലറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇനീഷ്യൽ വെലോസിറ്റി, യു ഹാവ് initial velocity say 20 m/s. After some time it becomes 40 m/s. That means the final velocity is increased. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായിരുന്നു? ആക്സിലറേഷൻ വിൽ ബി എന്താണ്? ഡിഫറൻസ് ബൈ ടൈം. അല്ലേ? അപ്പം ഡിഫറൻസ് ഇൻ ദ വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ 40 - 20 ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ദ ടൈം ടേക്കൺ. അങ്ങനെയായിരുന്നു നമ്മൾ ആക്സിലറേഷൻ എടുത്തത്. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് വാല്യൂ കിട്ടി. ദാറ്റ് ഈസ് ആക്സിലറേഷൻ. അതാണ് ദ ബോഡി ഈസ് ബീങ് ആക്സിലറേറ്റഡ്. സ്പീഡ് കൂടി. സപ്പോസ് നമ്മളിപ്പോൾ വണ്ടിക്ക് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ബ്രേക്കൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? The final velocity will be lower than the initial velocity. So in that case we will get a negative value for acceleration. സ്പീഡ് കുറയുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്താ പറയുക? ഡീസിലറേഷൻ ഓർ റീട്ടാർഡേഷൻ എന്ന് പറയും. ഇനി സപ്പോസ് if any question it is asked whether, first of all, if the lift is moving upward with deceleration. So instead of this case, that is lift moving upwards with an acceleration, if it is given lift moving downwards with acceleration, upwards with deceleration. Deceleration എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല. അതായത് ആ കേസ് നമുക്ക് നോക്കാം. ലിഫ്റ്റ് moving downwards, upwards with deceleration. Deceleration means this is the free body diagram.
let the weight of the man or the weight of the man is W, and the reaction of the floor R. Then it is said that the lift is moving upwards with deceleration. Upward with the deceleration. The lift is moving upwards, but the acceleration. അപ്പോൾ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവെ സ്പീഡ് കൂടുന്ന ഡയറക്ഷൻ. അപ്പോൾ അപ്വേർഡ്സിലാണ് ഡീസിലറേഷൻ എങ്കിൽ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും കാണിക്കേണ്ടത്. അതായത് the acceleration should be in this direction, and the inertia force will be just opposite to that. ഇങ്ങനെ ആയിരിക്കും വരിക, W/G into A. അപ്പോൾ ഇത് ഏത് കേസായിരുന്നു? ഇത് സാധാരണ രീതിയിൽ ലിഫ്റ്റ് മൂവിങ് ഡൗൺവേർഡ്സ് വിത്ത് ആക്സിലറേഷൻ്റെ അതേ കേസാണ്. സോ ലിഫ്റ്റ് മൂവിങ് അപ്വേർഡ്സ് വിത്ത് ഡീസിലറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ലിഫ്റ്റ് മൂവിങ് ഡൗൺവേർഡ്സ് വിത്ത് ആക്സിലറേഷൻ്റെ അതേ കേസ് ആയിരിക്കും. അപ്പം എന്തായിരിക്കും വരിക? റിലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? R equal to W into 1 minus A/G. ഇനി അതേപോലെ ലിഫ്റ്റ് മൂവിങ് ഡൗൺവേർഡ്സ് വിത്ത് ഡീസിലറേഷൻ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും വരിക? ഡൗൺവേർഡ്സ് വിത്ത് ഡീസിലറേഷൻ ആണെങ്കിൽ R equal to W into 1 plus A/G വരും. അതായത് എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്. ഇറ്റ് വിൽ ബി സിമിലർ ടു ദ കേസ് ഓഫ് ലിഫ്റ്റ് മൂവിങ് അപ്വേർഡ്സ് വിത്ത് ആക്സിലറേഷൻ. അതേ കേസ് തന്നെ വരും. ഇനി സിമിലർ കേസാണ് എന്താണ്? ടൈപ്പ് 2ൻ്റെ കേസിൽ. ടൈപ്പ് 2ൽ എന്തായിരിക്കും? വൈൽ കൺസിഡറിങ് ദ വെയിറ്റ് ഓഫ് ദ lift W and tension of the rope. If the lift is moving upward with deceleration, then the relation will be T equal to W into 1 minus A/G. And for the lift moving downwards with the deceleration, T equal to W into 1 plus A/G. ഇതാണ് അതിനകത്ത് വരുന്ന ഒരു വ്യത്യാസം. ഓക്കെ, സോ ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. അറ്റൻഡൻസ് എന്ന് എടുക്കാം. ഇന്നത്തെ റെക്കോർഡായിട്ടില്ല, അപ്പം